പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓമയ്ക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഓമയ്ക്ക തോരനാണ്. അതിനു വേണ്ടിയിട്ട് ഓമയ്ക്ക ഞാൻ തൊലി കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഈ കാണുന്ന പോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇതിന് നമ്മൾ കൊത്തി അരിയുന്ന പോലെ ചെയ്തെടുക്കുന്നത് ഒരു ചോപ്പറിലാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഈ ചോപ്പർ വളരെ എളുപ്പമാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാൻ. ഈ അരിഞ്ഞെടുത്തതെല്ലാം നമുക്ക് ഈ ചോപ്പറിലേക്ക് മാറ്റിയിടാം. ഇനി ആവശ്യത്തിനനുസരിച്ച് മുളകും കൂടി ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് എരിവെടുക്കേണ്ടത്. ഇതിനി ഈ ചോപ്പർ മൂടി വെച്ച് നന്നായിട്ടൊന്ന് അടയ്ക്കാം. ഇത് നമ്മളിപ്പോൾ അടച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനി ഈ ചോപ്പറിൻ്റെ മുകളിൽ ഒരു കൈ പിടിച്ചുകൊണ്ടാണ് ഇതിൽ കാണുന്നത് പോലെ നമ്മൾ വലിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് കൊത്തി അരിയുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടും. തോരന് ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല ഒന്നാം തരമായിട്ട് ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൊത്തി അരിയുന്ന പോലെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഉഴുന്നോ അതല്ലെങ്കിൽ അരിയോ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അതായത് ഒരു മഞ്ഞ കളറ്, ഒരു ചുമന്ന കളറ് ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോകത്തില്ല. ഇപ്പോൾ ഞാൻ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോകുന്നിടം വരെ ഒന്ന് വറക്കാം. ഇതിലേക്ക് 2 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വറക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത ഓമയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ തിരുവല്ലയിലൊക്കെ ഇതിന് ഓമയ്ക്ക എന്നാണ് പറയുന്നത്. പല നാട്ടിൽ പല പേരാ. ചില നാട്ടിൽ എന്താ കപ്ലങ്ങയോ അങ്ങനെയൊക്കെ എന്തോ ആണ് പറയുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓമയ്ക്ക വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിനി മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. അടിഭാഗം കരിയാതെ നോക്കണേ. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. തോരന് വേണ്ട അരപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം ഓമയ്ക്ക വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. അത് അരപ്പിട്ട ശേഷം അതിൻ്റെ നടുഭാഗത്തും നല്ല ഇളക്കേണ്ടത്. സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് തല്ലി പൊത്തി വെക്കുക എന്ന് നമ്മൾ പറയും. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി കയറ്റാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. തോരൻ റെഡിയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ അരപ്പിൻ്റെയും പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ട്. ഓമയ്ക്കായും നല്ലതായിട്ടിരുന്ന് വെന്തിട്ടുണ്ട്. ഇതാണ് കൃത്യം പരുവം. ഒരുപാട് വെള്ളമൊന്നുമില്ലാതെ നമുക്കിങ്ങനെ കിട്ടും. ഈ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളൊന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന പിള്ളേരൊന്ന് ട്രൈ ചെയ്യണം. താങ്ക്